ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് വന്ന ഒരു ബോട്ടിൽ ലാമ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ്, നമ്മുടെ ബിയർ ബോട്ടിലോ അങ്ങനെ എന്തുവേണമെങ്കിലും എടുക്കാം. അപ്പം ഈ ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോകണം. ആദ്യം ഒരു ത്രെഡ്, ഒരു നൂലെടുത്ത് കറക്റ്റ് അളവിൽ നമ്മളൊന്ന് കെട്ടുക, നല്ല ടൈറ്റ് ചെയ്ത് നല്ല കെട്ടുക. അപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മണ്ണെണ്ണ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. മണ്ണെണ്ണ എടുക്കുക, എന്നിട്ട് ആ ത്രെഡ് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക, അതൊന്ന് നനച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് മണ്ണെണ്ണ ഒഴിക്കല്, കാരണം ഒരുപാട് നേരം കത്തി നിൽക്കാനായിട്ട് ഇടയാകല്. പിന്നെ നമ്മൾ ജസ്റ്റ് അതിലോട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക. കത്തിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും മണ്ണെണ്ണ പറ്റിയിരിപ്പുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ട് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം ഒരുപാട് നേരം കത്തി നിൽക്കല്. അപ്പോഴത്തേക്കും കത്തി അണഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തിൽ നമുക്കത് കറക്റ്റായിട്ട് കട്ടായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, എങ്കിലും കറക്റ്റ് സർക്കിളാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോൾ ഈ കട്ട് ചെയ്തതും ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ഇതായിട്ട് ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് ആ ഷാർപ്പ്നെസ്സൊക്കെ ഒന്ന് കളയുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ മാത്രമേ ഈ ലാമ്പ് കത്തിയാണെങ്കിൽ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ പകരം നല്ലതായിട്ട് ഒരു ആർട്ട് രൂപത്തിൽ കാണുന്ന ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി നമ്മളിപ്പം ഇതിൽ കയറൊന്ന് ചുറ്റുന്നുണ്ട്. അപ്പം കയർ നമ്മൾ വീട്ടിലിരിക്കുന്ന ചെറിയ കയറാണ്. അപ്പോൾ ആ കയർ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഫെവിക്കോളാണ് തേച്ചേക്കുന്നത്. ഫെവിക്കോൾ എടുക്കുന്നതുകൊണ്ട് ഒട്ടും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ തേച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചുറ്റി അങ്ങ് ഒട്ടിക്കുക. ചുറ്റി ആ പകുതി ഭാഗം വരെ നമുക്കിത് കയറിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് ഈ ബൾബ് ഇടുമ്പോൾ വെട്ടം വെളിയിലോട്ട് പുറത്ത് കാണാനുള്ള ഒരിതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പകുതി വരെ നമ്മൾ കയറ് നല്ല രീതിയിൽ കെട്ടി സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മളതിന് മുകൾ ഭാഗത്ത് ജസ്റ്റ് ആ ചകിരിയുടെ ഒരു കയറിൻ്റെ ഇതൊക്കെ പൊങ്ങിക്കും കത്രി വെച്ച് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ അടിഭാഗത്തും അതേ കണക്കാണ് ഫെവിക്കോൾ തേക്കുക, എന്നിട്ട് കയറൊട്ടിക്കുക. അപ്പോൾ ഒരു നല്ലൊരു പെർഫെക്ഷൻ വരും. നമുക്ക് നല്ലൊരു ആർട്ട് വർക്ക് കണക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ കണക്ക് തന്നെ കയറ് നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുക. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ടൈം എടുക്കും ഒന്നായി ഒട്ടിക്കിട്ടാനായിട്ട്. ഒരു ഇച്ചിരി ടൈം എടുക്കും. നമുക്ക് വേറെ ഏത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്ലെക്സ് ക്യൂക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒട്ടുമായിരിക്കും, ഇത് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. അതേ കണക്ക് തന്നെ ഞാൻ ഒരു ബ്രൗൺ ഷേപ്പിലുള്ള ഒരു ബിയർ ബോട്ടിലും കൂടി ഇതേ കണക്ക് തന്നെ കട്ട് ചെയ്തു. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ കട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കട്ടായി ഇത് കണക്ക് നല്ല സൂപ്പറായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് 2 ബോട്ടിലാണ് വേണ്ടത്, കാരണം ഒരെണ്ണം കത്തുകയും ഒരെണ്ണം അണയുകയും ചെയ്യുന്ന ഇത് രണ്ട് ബൾബിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമ്മൾ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ കുപ്പിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വയറിങ്ങിലേക്ക് പോകാം. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു വയറും 2 ഹോൾഡറും പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നും, ഇതാണ് നമുക്ക് വേണ്ടത്. അതിൽ ഒരു എൻഡിൽ നമ്മുടെ ഒരു ഹോൾഡർ സെറ്റ് ചെയ്യുക. ഇത് കണക്ക് ഒരു ഹോൾഡറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന അടുത്ത അറ്റത്തിൽ നമ്മുടെ സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതും നമ്മൾ കണക്ട് ചെയ്തു. ഒരറ്റത്ത് സ്വിച്ചും ഒരറ്റത്ത് നമ്മുടെ ഹോൾഡറും. ഇനി നടുക്കാണ് നമ്മുടെ അടുത്ത ഹോൾഡർ വരുന്നത്. അവിടെയാണ് ഒരു ജസ്റ്റ് പണി വരുന്നത്. അപ്പം ഒരറ്റത്ത് ഹോൾഡറും ഒരറ്റത്ത് നമ്മൾ സ്വിച്ചും നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഈ ഹോൾഡർ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നീളം കഴിഞ്ഞിട്ടാണ് അടുത്ത ഹോൾഡർ എന്ന് വെച്ചാൽ അടുത്ത ബോട്ടിൽ വരാനുള്ള ഹോൾഡർ വരേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളം എടുത്തതിന് ശേഷം അതിൽ ഒരു വയർ മാത്രം നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വയർ നേരെ ഹോൾഡറോട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ 2 മുറിഞ്ഞിരിക്കുന്ന ആ രണ്ട് വയറിലോട്ട് നമ്മുടെ സ്റ്റാർട്ടർ ബൾബ് കണക്ട് ചെയ്യാനുള്ള സ്റ്റാർട്ടർ ഹോൾഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ഈ സ്റ്റാർ ഒക്കെ ഇടാനായിട്ട് ഒന്ന് കത്തിയാണെങ്കിൽ ചെയ്യുന്ന അതേ മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇത് ബോട്ടിലും കൂടെ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അതെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോൾഡറിൻ്റെ ഒരു വയറെടുത്ത് ഒരു വയറിലും ജോയിൻറ്റ് ചെയ്യുക. അതേ കണക്ക് തന്നെ ഇപ്പുറത്തെ വയറിലും ജോയിൻറ്റ് ചെയ്യുക. ഇത് 2 ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുപ്പിയുടെ അകത്തോട്ട് കയറ്റിയതിന് ശേഷം മാത്രം ഹോൾഡർ ഇടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഹോൾഡർ കുപ്പിയിലോട്ട് കയറ്റാനായിട്ട് പാടാണ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ രണ്ടും നല്ല രീതിയിൽ ചുമ്മാ ഒന്ന് പിരിച്ച് വെച്ചാൽ മതി. പിരിച്ചിട്ട് നമ്മൾ ആ ബോട്ടിൻ്റെ അകത്തോട്ട് കയറ്റുക. ബ്രൗൺ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ബ്രൗൺ ബോട്ടിലിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതെല്ലാം ഫുള്ളും കൂടെ നിറച്ച് ആ ഹോൾഡറും വരുന്ന എല്ലാ വയറും കൂടെ ഇങ്ങെടുത്തു
രണ്ട് ജോയിൻറ്റ് ചെയ്തേക്കുന്നത്. ആ രണ്ട് ജോയിൻറ്റ് ചെയ്തേക്കുന്നതും കൂടെ നമ്മളിനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഹോൾഡറിലോട്ട് കയറ്റിയിടുക. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചങ്ങ് മുറുക്കിയിടുക. അപ്പം ഹോൾഡറിൻ്റെ പണി രണ്ടും നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ബ്ലിങ്കിങ് സ്റ്റാർ കണക്കത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരെണ്ണം ആണയുമ്പോൾ ഒരെണ്ണം കത്തും. അപ്പോൾ പച്ച ബോട്ടിൽ കത്തുമ്പം ഈ ബ്രൗൺ ബോട്ടിൽ കിടക്കുന്ന ബൾബ് ആണയും. അപ്പോൾ നല്ല രീതി നല്ല നൈറ്റിൽ നല്ല വ്യൂ ആയിരിക്കും. നിങ്ങൾ നല്ല രീതി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും വെറൈറ്റി ഇതായിട്ട് ഞാൻ വെളിയിൽ നിന്നൊന്നും മേടിച്ചില്ല. വീട്ടിൽ ഇരുന്നതാണ് എല്ലാം. ആകെ സ്റ്റാർട്ടർ ബൾബും ഇതും നിങ്ങൾക്ക് വീട്ടിൽ കാണാതിരിക്കത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മേടിക്കുക. അപ്പോൾ അതും കണക്ട് ചെയ്തു. സ്റ്റാർട്ടർ ബൾബ് വരുന്നതിൻ്റെ അകത്തിൽ ഒരു ചെറിയ കുഞ്ഞു ബൾബുണ്ട്. അതുകൂടെ എടുത്തൊന്ന് നമ്മളൊന്ന് മുറുക്കുക. മുറുക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഹോൾഡർ ഒരറ്റത്തും ഒരു മറ്റേ അറ്റത്ത് സ്വിച്ച് ആയിരുന്നു. ആ ഒരു ഹോൾഡറിൻ്റെ അവിടെ നമ്മൾ ഡയറക്റ്റ് ഹോൾഡറിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഹോൾഡറിൽ നിന്ന് ആ വയറങ്ങ് അഴിച്ചിട്ട് ബോട്ടിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ആ ഹോൾഡർ ഒന്ന് ഇടുകയാണ്. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ആദ്യത്തെ ആ ഹോൾഡർ ഒന്ന് അഴിച്ചിട്ട് വയറകത്തോട്ട് കയറ്റിയിട്ട് ഹോൾഡർ ഒന്ന് ഇടുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഹോൾഡറിലോട്ട് നമ്മൾ ആ വയർ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ. അപ്പം അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ആദ്യം ആ ഹോൾഡറിൽ 100 വോൾട്ടിൻ്റെ ബൾബും രണ്ടാമത്തെ ഹോൾഡറിൽ 40 വോൾട്ടിൻ്റെ ബൾബും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കാറ്റർ ബൾബും വയറും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഈ ബ്രൗൺ ബോട്ടിലിൽ 40 വോൾട്ട് ആയിരിക്കണം എപ്പോഴും ഇടേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കത്തത്തില്ല, ഒരു ബൾബ് മാത്രം കത്തി നിൽക്കും. സ്കാറ്റർ ബൾബിൻ്റെ ഹോൾഡർ കൊടുത്തേക്കുന്ന ജോയിൻറ്റ് ചെയ്തേക്കുന്ന വയറിൻ്റെ ആ ഒരു വയറിങ്ങിൽ മാത്രം 40 വോൾട്ടും മറ്റേ ആദ്യം കൊടുത്തേക്കുന്ന എൻഡിൽ ഹോൾഡറിൽ 100 വോൾട്ടിൻ്റെ ബൾബ് ഇടുക. അപ്പോൾ നമുക്ക് കിടിലായിട്ട് കത്തുന്ന കാണാം. ഇപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. പകൽ സമയത്ത് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം നല്ലൊരു വ്യൂ ഉണ്ട്. ഇതിപ്പോൾ പകൽ സമയത്താണ് ഞാൻ ജസ്റ്റ് കത്തിച്ച് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു ആ പച്ച കളർ കിട്ടത്തില്ല, വേറെ ആ ബ്രൗൺ കളറായിരിക്കും ആ ലൈറ്റിൻ്റെ ഒരു വെട്ടം കൊണ്ട്. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല നമ്മൾ. അപ്പോൾ നൈറ്റ് വ്യൂ ആണ്, നല്ല കിടിലമായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.